നിങ്ങൾ മാത്രം അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിച്ച് വലിയ പുള്ളികളാവേണ്ട. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് BJPയും തങ്ങളുടെ നേതാവിനെ ഗോദയിൽ ഇറക്കാൻ തീരുമാനിച്ചു. അൻവറിന് പോലും നിലമ്പൂരിൽ പോരിനിറങ്ങാമെങ്കിൽ പിന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന കോർപ്പറേറ്റ് മുതലാളിയുടെ പാർട്ടി മാത്രം മാറി നിൽക്കുന്നത് ചീത്തപ്പേരല്ലേ? പക്ഷേ BJPയുടെ നേതാവിനെ തിരഞ്ഞെടുക്കലും ഒരു തരത്തിൽ കോൺഗ്രസിനേറ്റ മുട്ടൻ തിരിച്ചടിയാണ്. എല്ലാവരും കൂടി കോൺഗ്രസിന്റെ നെഞ്ചത്തോട്ടാണല്ലോ ഓടിക്കയറുന്നത്. BJP തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പൊക്കിയത് പോർ വിമാനങ്ങൾ പോലും തോറ്റുപോകുന്ന വിധം കോൺഗ്രസിന്റെ തട്ടകത്തിൽ കയറി തന്നെയാണ്. കോൺഗ്രസ് ലക്ഷ്യമിട്ടുകൊണ്ട് MT രമേശ് വട്ടമിട്ട് പറന്നപ്പോൾ തന്നെ ഊഹിച്ചതാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ അവസാനിക്കുമെന്ന്. മലപ്പുറം DCC സെക്രട്ടറിയായി 10 വർഷത്തോളമായി സജീവ കോൺഗ്രസ് പ്രവർത്തകയായി രംഗത്തുള്ള ബീന ജോസഫിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറന്നപ്പോൾ തന്നെ അത് കോൺഗ്രസിന്റെ തട്ടകത്തിലേക്ക് താഴ്ന്നു വന്ന് ഏതെങ്കിലും കോഴിക്കുഞ്ഞിനെ കൊത്തിപ്പറക്കാനുള്ള ഉദ്ദേശമാണ് എന്ന് വ്യക്തമായിരുന്നു. ഒടുവിലിതാ അതിനും ഉത്തരമായിരിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കും. BJP കേന്ദ്ര നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ചില്ലറക്കാരനൊന്നുമല്ല, കോൺഗ്രസിന്റെ കണ്ണിലുണ്ണിയായ നേതാവാണ്. കോൺഗ്രസുകാർ യുവ നേതാക്കന്മാർക്ക് പരിഗണനയും സ്ഥാനമാനങ്ങളും ഒന്നും കൊടുക്കുന്നില്ല എന്നായിരുന്നു പരാതി. അതിന് പരിഹാരം കണ്ടുകൊണ്ട് KPCC അധ്യക്ഷനെ തിരഞ്ഞെടുത്തത് മുതൽ യുവ നേതാക്കന്മാർക്കാണ് പരിഗണന കൊടുത്തത്. അതോടെ കോൺഗ്രസ് ഒരു പരിഗണനയും കൊടുക്കാതെ മൂലയ്ക്കൊതുക്കിയ നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്ക് തുടങ്ങി. കേരള കോൺഗ്രസ് B പ്രവർത്തകനായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിയാണ്. അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം BJPയിൽ അംഗത്വം എടുക്കും. നിലമ്പൂർ കോടതിയിലെ അഭിഭാഷകനാണ് നിലവിൽ അദ്ദേഹം. കോൺഗ്രസിന് സ്വന്തം തോളിൽ കൈയിട്ടു നടന്ന കണ്ണും കരളുമായ 2 പേരോടാണ് ഇനി നിലമ്പൂരിൽ മത്സരിക്കേണ്ടി വരുന്നത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പോലും കണ്ടിട്ടില്ല ഇത്രയും ട്വിസ്റ്റ്. കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധത്തിനിറങ്ങി തന്റെ ചോരകളെ തന്നെ മറുവശത്തു നിൽക്കുന്നത് കണ്ട് കൈവിറച്ച അർജുനനെ പോലെ ആര്യാടൻ ഷൗക്കത്തിന് ഇനി ശത്രുപക്ഷത്തെ കണ്ട് കണ്ണ് നിറയുമോ എന്നും അറിയില്ല. ഇതുവരെ പുകഴ്ത്തിക്കൊണ്ട് നടന്ന സ്വന്തം നേതാക്കന്മാരുടെ കോട്ടങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ട് ഇനി കോൺഗ്രസിന് മുന്നിട്ടിറങ്ങണം. നിലമ്പൂരിൽ ശക്തമായ മത്സരം നടക്കുമെന്നാണ് സ്ഥാനാർത്ഥി നിർണയത്തിനു ശേഷം മോഹൻ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിലമ്പൂരിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല എന്ന തരത്തിൽ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിരുന്നു. ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. നാളെയാണ് നാമനിർദ്ദേശ പത്രിക നൽകേണ്ട അവസാന തീയതി. രാജീവ് ചന്ദ്രശേഖർ ഇന്ന് നിലമ്പൂരിൽ എത്തുമെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ LDFും UDFും നിലമ്പൂരിലെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂർ സ്വദേശിയുമായ M സ്വരാജാണ് CPMന്റെ സ്ഥാനാർത്ഥി. KPCC ജനറൽ സെക്രട്ടറിയായ ആര്യാടൻ ഷൗക്കത്താണ് UDFന്റെ സ്ഥാനാർത്ഥി. ഇതിനിടയിൽ LDF MLA സ്ഥാനം രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന PV അൻവറും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നിലമ്പൂരിൽ മത്സരിക്കാൻ അൻവറിന് അനുമതി നൽകിയ തൃണമൂൽ കോൺഗ്രസ് അദ്ദേഹത്തിന് പാർട്ടി ചിഹ്നവും അനുവദിച്ചു നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നു തന്നെ ഉണ്ടായേക്കാം എന്നും അറിയുന്നുണ്ട്. പ്രചരണത്തിന് ബംഗാളിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നിലമ്പൂരിലും എത്തും. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രചരണത്തിന് എത്തുമെന്നുള്ള അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. നിലമ്പൂർ ഇനി എന്താണെങ്കിലും നേതാക്കന്മാരുടെ ബാഹുല്യവും പോരാട്ട ചൂടും കൊണ്ട് തീ പിടിക്കുമെന്ന് ഉറപ്പാണ്.